ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പോലെ പഴുത്തതോ ഇതുപോലെ മീഡിയം പഴുപ്പായതോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മധുരത്തിന്റെ പലഹാരം ആയതുകൊണ്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മധുരത്തിന്റെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കാം. ശർക്കര പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയതോ ആണെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പലഹാരത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. നെയ്യുടെ മണം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി മതി എന്നുള്ളവർക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ഗോതമ്പ് പൊടിയിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന പഴത്തിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പഴത്തിന്റെ മിക്സ് അരച്ചെടുത്തതിൽ കുറച്ച് കട്ടകട്ടയായിട്ട് കിടപ്പുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇപ്പൊ ഇതിന്റെ ഈ ഒരു നനവ് പോരാതെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പകുതി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും വേണ്ടതില്ല. ഒരുപാട് ലൂസും ആവണ്ട, നല്ല ടൈറ്റും ആവണ്ട. ഈ മാവിന്റെ ഒരു പരുവം എന്ന് പറയുന്നത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഞാനിപ്പോൾ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് 2 ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഞാനിപ്പോൾ ഈ മാവ് നന്നായിട്ട് കുഴച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ബോളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം, അതായത് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഈ ഒരു മാവിൽ സൈഡിലും അതുപോലെ തന്നെ മുകളിലൊക്കെ ആയിട്ട് നന്നായിട്ട് പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട്. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് നൈസായിട്ട് പരത്തുകയും വേണ്ട, എന്നാൽ നല്ല കട്ടിയും വേണ്ട. ഒരു മീഡിയം പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ ദാ ഈ ഒരു വലിപ്പത്തിൽ കട്ടിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കിഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുക. ഞാനിപ്പോൾ ദാ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു വക്കുള്ള പാത്രം വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അടപ്പ് വെച്ചിട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പരുവം കാണിച്ചു തരാം. ദാ ഈ ഒരു വലിപ്പത്തിലും പരുവത്തിലുമാണ് വേണ്ടത്. ഇതേപോലെ തന്നെ എല്ലാ മാവും പരത്തി കട്ട് ചെയ്ത ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം. നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ചുട്ടെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ചുട്ടെടുക്കുന്നത്. സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് ഇതിലൊരെണ്ണം എടുത്തിട്ട് പീനട്ട് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസോ ജാമോ അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്ടല്ല അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇപ്പോൾ ഇതാ ഞാനിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.